ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് 200 ഗ്രാം ബോൺലെസ് ചിക്കൻ, 2 ഉരുളക്കിഴങ്ങ്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിലെ വെള്ളം വറ്റുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ പീസ് ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ്. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി വേണം. ആദ്യം തന്നെ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ്, 2 ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു സവാളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾസ് എന്തൊക്കെ വേണം അതൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റും ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ ആ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലയുടെ പച്ചമണം മാറിയിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഉരുളക്കിഴങ്ങ് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. ഒട്ടും കട്ടകളില്ലാത്ത നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ ഒരു 3 സ്ലൈസ് ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മുടെ ഈ കട്ട്ലേറ്റിന്. അപ്പോൾ നമ്മുടെ ഈ ചീസൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നല്ലപോലെ തന്നെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി എടുക്കാം. അപ്പോൾ ഇത് ചൂടാറുന്നതിന് വേണ്ടി നമുക്കൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഒന്ന് കലക്കി വെച്ചിട്ടുള്ളതാണ് കുറച്ച് വെള്ളത്തിൽ. അതുപോലെ തന്നെ സേമിയ ഉണ്ടല്ലോ, നല്ല തിന്നായിട്ടുള്ള സേമിയ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് ബ്രെഡ് ക്രംസും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെച്ചിട്ടുള്ളതാണ്.